ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഒരു കുട്ടി കോബ് ഡഗ്ലസ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ അതിന് കുറച്ച് ഡീറ്റെയിൽഡായിട്ട് അല്ലെങ്കിൽ വാട്ട് ഈസ് കോബ് ഡഗ്ലസ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ തുടങ്ങി അത് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോബ് ഡഗ്ലസ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ expresses consumer preferences which shows the utility or satisfaction derived or gets from the consumption to a consumer. അപ്പോൾ ഒരു കൺസ്യൂമർക്ക് ലഭിക്കുന്ന യൂട്ടിലിറ്റി ഓർ സാറ്റിസ്ഫാക്ഷൻ ഡിഫറെൻ്റ് എമൗണ്ട്സ് ഓഫ് ഗുഡ്സിൽ നിന്ന് ഒരു കൺസ്യൂമർക്ക് കൺസ്യൂം ചെയ്യുമ്പോൾ ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷനെയാണ് അല്ലെങ്കിൽ യൂട്ടിലിറ്റിയാണ് നമ്മൾ കോബ് ഡഗ്ലസ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോബ് ഡഗ്ലസ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ എക്സ്പ്രസസ് കൺസ്യൂമേഴ്സ് പ്രിഫറൻസസ് വെൻ ഹി കൺസ്യൂംസ് ഡിഫറെൻ്റ് എമൗണ്ട്സ് ഓഫ് ഗുഡ്സ്. കോബ് ഡഗ്ലസ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ. ചാൾസ് കോബ് ആൻഡ് പോൾ ഡഗ്ലസ് developed കോബ് ഡഗ്ലസ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ. ദിസ് ഈസ് എ ജോയിൻറ്റ് വെഞ്ചർ. ഇറ്റ് ഈസ് യൂസ്ഡ് or propounded by these two economists in the year 1938. 1938 ചാൾസ് കോബും പോൾ ഡഗ്ലസും സംയുക്തമായിട്ട് പ്രപ്പോണ്ട് ചെയ്ത ഒരു യൂട്ടിലിറ്റി ഫംഗ്ഷനാണ് കോബ് ഡഗ്ലസ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ. ഇറ്റ് ഈസ് മേജർലി ക്ലോസ്ഡ് വിത്ത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇത് പ്രൊഡക്ഷൻ ഫംഗ്ഷനുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. ഇൻ മൈക്രോ economics theory, it is an important tool to find out the consumers behavior. കൺസ്യൂമർ ബിഹേവിയർ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ആ രംഗത്ത് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് കോബ് ഡഗ്ലസ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ തിയറി. നമുക്ക് ഇനി അതിലേക്ക് കടക്കാം. ഓക്കെ, കോബ് ഡഗ്ലസ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ എക്സ്പ്രസിങ് പ്രിഫറൻസ് ആണ് എക്സ്പ്രസ് ചെയ്യുന്നത്. വിച്ച് ഷോസ് ഹൗ മച്ച് യൂട്ടിലിറ്റി ഓർ സാറ്റിസ്ഫാക്ഷൻ എ കൺസ്യൂമർ ഗെറ്റ്സ് ഫ്രം കൺസ്യൂമിങ് ഡിഫറെൻ്റ് എമൗണ്ട് ഓഫ് ഗുഡ്സ്. ഇപ്പം ഡിഫറെൻ്റ് എമൗണ്ട്സ് ഓഫ് ഗുഡ്സിൽ നിന്ന് ഒരു കൺസ്യൂമർക്ക് കിട്ടുന്ന അത് എത്രയാണോ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ എത്രയാണോ അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കോബ് ഡഗ്ലസ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ജനറൽ ഫോം ഓഫ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ u of xy is equal to x raised to a into x raised to y raised to b. x raised to a into y raised to b. ഇതാണ് അതിൻ്റെ ജനറൽ ഫോം, കോബ് ഡഗ്ലസ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ്റെ ജനറൽ ഫോം. ഇനി അതിൽ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ ഐ ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റുഡ് വാട്ട് ഈസ് കോബ് ഡഗ്ലസ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ. അപ്പം ചാൾസ് കോബും സാമുവൽ ഡഗ്ലസും ചേർന്ന് മെനഞ്ഞെടുത്ത ഒരു യൂട്ടിലിറ്റി ഫംഗ്ഷൻ ആണ് എന്ത് കോബ് ഡഗ്ലസ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ. ദിസ് ഈസ് എ ജോയിൻറ്റ് വെഞ്ചർ. ഇറ്റ് ഈസ് പ്രപ്പോണ്ടഡ് ഇൻ ദി ഇയർ 1938. ഇതിൻ്റെ പ്രാധാന്യം ഏറ്റവും കൂടുതൽ ഉള്ളത് മൈക്രോ എക്കണോമിക് തിയറിയിൽ ഇത് ഒരു കൺസ്യൂമർ ബിഹേവിയർ പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പഠിക്കുന്നതിന് വേണ്ടി. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, വാട്ട് ഈസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ? ഈസ് ദി ഫങ്ഷണൽ റിലേഷൻ ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ഫാക്ടർ ഇൻപുട്സ് ആൻഡ് കമ്മോഡിറ്റി ഔട്ട്പുട്ട്സ്. ഫാക്ടർ ഇൻപുട്സും കമ്മോഡിറ്റി ഔട്ട്പുട്ട്സും തമ്മിലുള്ള റിലേഷൻ, അതിൻ്റെ ഒരു ഫങ്ഷണൽ റിലേഷൻഷിപ്പാണ് എന്ത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ആ രംഗത്ത് വളരെ കൂടുതൽ ആപ്ലിക്കബിലിറ്റി ഉള്ള ഒരു ഫംഗ്ഷനാണ് കോബ് ഡഗ്ലസ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ. ഇനി അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി പ്രോപ്പർട്ടി ഓഫ് ദി കോബ് ഡഗ്ലസ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ ദാറ്റ് ഡിസ്ക്രൈബ്സ് ദി റേറ്റ് അറ്റ് വിച്ച് വൺ ഗുഡ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ അനദർ. നമ്മൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ പഠിച്ചല്ലോ. എന്താണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ? ഈസ് ദി റേറ്റ് അറ്റ് വിച്ച് ദി കൺസ്യൂമർ
സബ്സ്റ്റിറ്റ്യൂട്ടിങ് അല്ലേ, വൺ കമ്മോഡിറ്റി ഫോർ അനദർ, വേറെ ഒന്നിനു വേണ്ടി. അതുപോലെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദി പ്രോപ്പർട്ടി ഓഫ് ദി കോബ്-ഡഗ്ലസ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ ദാറ്റ് ഡിസ്ക്രൈബ്സ് ദി റേറ്റ് അറ്റ് വിച്ച് വൺ ഗുഡ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ അനദർ. അപ്പോൾ ഇത് ക്ലോസ് ആയിട്ടും മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ വിച്ച് വൺ ഗുഡ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ അനദർ, ഇതെന്താണ്, കോൺസ്റ്റന്റ് ഇലാസ്റ്റിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ, കോൺസ്റ്റന്റ് മാർജിനൽ യൂട്ടിലിറ്റി ആയി ബന്ധപ്പെട്ടിരിക്കുന്നു, ഇൻക്രീസിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആണോ, ഡിക്രീസിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആണോ? These are the choices. First one, constant elasticity of substitution. Second one, constant marginal utility. Third one, increasing marginal utility. And fourth one, decreasing marginal utility. This is the answer. Constant elasticity of substitution ആണ് answer. Okay. Second one, what is the shape of the indifference curves of the Cobb-Douglas utility function? ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടി ഒക്കെ നമ്മൾ പഠിച്ചു. എന്താണ്? ഇറ്റ് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് വൺ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇറ്റ് ഈസ് കോൺവെക്സ് ടു ദി ഒറിജിൻ. ടു ഇൻഡിഫറൻസ് കർവ്സ് നെവർ ഇന്റർസെക്റ്റ്. ഹയർ ഇൻഡിഫറൻസ് കർവ് ഷോസ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ലോവർ ഇൻഡിഫറൻസ് കർവ് ഷോസ് ലോവർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ബജൽ ലൈൻ ആൻഡ് ഇൻഡിഫറൻസ് കർവ് where the budget line and indifference curve intersect or tangent optimal satisfaction of the consumer. ഇതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ കോബ്-ഡഗ്ലസിൽ വരുന്ന അതാണ് വാട്ട് ഈസ് ദി ഷേപ്പ് ഓഫ് ദി ഇൻഡിഫറൻസ് കർവ്സ് ഓഫ് ദി കോബ്-ഡഗ്ലസ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ. കോൺകേവ് ടു ദി ഒറിജിൻ, കോൺവെക്സ് ടു ദി ഒറിജിൻ, ലീനിയർ, then radical expansion of each other. The answer is radical expansion of each other. Radical expansion of each other. ഇപ്പം ഡൗൺവേർഡ് സ്ലോപ്പിംഗ് വൺ എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥമാക്കുന്നത് ഇൻഡിഫറൻസ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് വൺ ആവാനുള്ള കാരണം, അല്ലെങ്കിൽ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, അതിൻ്റെ കാരണം എന്താണ്? വെൻ വി സബ്സ്റ്റിറ്റ്യൂട്ട് വൺ കമ്മോഡിറ്റി ഫോർ അനദർ we have to compel to cut down one commodity to substitute another commodity. പേ കൂടുതൽ ഉപയോഗിക്കാൻ ബിയുടെ കൺസംഷൻ കുറയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ ബി കൂടുതൽ ഉപയോഗിക്കാൻ എയുടെ കൺസംഷൻ കുറയ്ക്കേണ്ടി വരും. അതുപോലെ ഇത് ഒരു കോൺവെക്സ് ടു ദി ഒറിജിൻ ആണെന്ന് പറയാൻ കാരണം എന്താണ്? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, MRS ആണ്. ഇവിടെ കോബ്-ഡഗ്ലസിൽ നമ്മൾ പറയുന്നത് റാഡിക്കൽ എക്സ്പാൻഷൻ ഓഫ് ഈച്ച് അതർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് കോബ്-ഡഗ്ലസ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ? കോബ്-ഡഗ്ലസ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഉപയോഗിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഇറ്റ് ക്യാൻ റെപ്രസെൻറ്റ് എനി ടൈപ്പ് ഓഫ് പ്രിഫറൻസസ്. ഏത് ടൈപ്പ് പ്രിഫറൻസിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ഈസി ടു കാൽക്കുലേറ്റ്, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇറ്റ് ഈസ് സിംപ്ലസ്റ്റ് ആൻഡ് ഇൻറ്റ്യൂറ്റീവ്. ഇറ്റ് ഈസ് സിംപ്ലസ്റ്റ് ആൻഡ് ഇൻറ്റ്യൂറ്റീവ്. അപ്പോൾ ഏതാണ് ആൻസർ? ഇറ്റ് ഈസ് സിമ്പിൾ, സിംപ്ലസ്റ്റ്, സിമ്പിൾ ഓർ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടീവ്. ഇതാണ് അതിൻ്റെ ആൻസർ. സോ ഐ ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റുഡ് ദീസ് 4 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ലിമിറ്റേഷൻ ഓഫ് കോബ്-ഡഗ്ലസ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ? കോബ്-ഡഗ്ലസ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ്റെ ലിമിറ്റേഷൻ എന്താണ്? ഇറ്റ് ക്യാൻ ഓൺലി റെപ്രസെൻറ്റ് 2 ഗുഡ്സ്. ഇത് 2 സാധനങ്ങളെ മാത്രം പ്രതിനിധീകരിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ചോയ്സ്. രണ്ടാമത്തത്, ഇറ്റ് അസ്യൂംസ് കോൺസ്റ്റന്റ് ഇലാസ്റ്റിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. രണ്ടാമത്തെ ചോയ്സ് ഇറ്റ് അസ്യൂംസ് കോൺസ്റ്റന്റ് ഇലാസ്റ്റിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനെ അത് അസ്യൂം ചെയ്യുന്നു. മൂന്നാമത്തത്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു എസ്റ്റിമേറ്റ്, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രയാസമാണ്. ഇറ്റ് ക്യാൻ ഓൺലി റെപ്രസെൻറ്റ് ലീനിയർ പ്രിഫറൻസസ്, അത് ലീനിയർ പ്രിഫറൻസിനെ മാത്രമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ഓൺലി റെപ്രസെൻറ്റ് ലീനിയർ പ്രിഫറൻസസ്. അപ്പോൾ വാട്ട് ഈസ് ദി ലിമിറ്റേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് ഓഫ് കോബ്-ഡഗ്ലസ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ. കോബ്-ഡഗ്ലസ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ്റെ ലിമിറ്റേഷൻ, ഇറ്റ് ക്യാൻ ഓൺലി റെപ്രസെൻറ്റ് 2 ഗുഡ്സ്.
It assumes constant elasticity of substitution. Third one, it is difficult to estimate. Fourth one, it can only represent linear preferences. D ആണ് ആൻസർ. It can only represent linear preferences. Next question. Cobb-Douglas utility function u xy is equal to x raised to a into y raised to b. Which of the following is true? ഈ ഫോമിൽ കോബ്-ഡഗ്ലസ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ്റെ ജനറൽ ഫോമാണ് ഈ തന്നിരിക്കുന്നത്. യൂട്ടിലിറ്റി ഫംഗ്ഷൻ എക്സ് വൈ ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എ ഇൻറ്റു വൈ റൈസ് ടു ബി. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ? ഇതിൽ കറക്റ്റ് ഏതാണ്? ദി യൂട്ടിലിറ്റി ഫംഗ്ഷൻ എക്സിബിറ്റ്സ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, പെർഫെക്റ്റ് കോംപ്ലിമെൻറ്റ്സ്, diminishing marginal utility for both goods. The utility function is not homogeneous of degree 1. ഇതാണ് 4 ചോയ്സ്. അപ്പോൾ ഇവിടെ the following is true. The utility function exhibits perfect substitutes, perfect complements, then diminishing marginal utility for both goods. ഇതാണ് C ആണ് ആൻസർ. diminishing marginal utility for both goods. Okay. The next question. Which of the following is not a property of Cobb-Douglas utility function? താഴെ തന്നിരിക്കുന്നതിൽ Cobb-Douglas utility functionന്റെ പ്രോപ്പർട്ടി അല്ലാത്തത് ഏത്? It represent homothetic preferences. അത് homothetic preferenceനെ represent ചെയ്യുന്നു. The marginal rate of substitution is constant. Marginal rate of substitution is constant. Next choice. The exponents on the goods represent the expenditure shares on the goods. D. It exhibits constant returns to scale. നമ്മുടെ ആൻസർ marginal rate of substitution is constant. അതാണ് അതിൻ്റെ ആൻസർ. marginal rate of substitution is constant. Then 8th question. If Cobb-Douglas utility function xy is equal to x raised to 0.5 y raised to 0.3, if the price of good x doubles and the price of good y remains constant, അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നോക്കിയേ. ഇഫ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ Cobb-Douglas utility function xy is equal to x raised to 0.5 into y raised to 0.3, if the price of good x doubles, എക്സിൻ്റെ പ്രൈസ് ഡബിൾ ആക്കുന്നു, ആൻഡ് ദി പ്രൈസ് ഓഫ് ഗുഡ് വൈ റിമെയിൻസ് കോൺസ്റ്റന്റ്, ഗുഡ് വൈയുടെ പ്രൈസിനൊരു വ്യത്യാസവും വരുത്തുന്നില്ല, അങ്ങനെയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ടു ദി കൺസ്യൂമേഴ്സ് ഒപ്റ്റിമൽ കൺസംഷൻ ഓഫ് ഗുഡ് എക്സ്? ഗുഡ് എക്സിൻ്റെ മുകളിലുള്ള കൺസ്യൂമറുടെ ഒപ്റ്റിമൽ കൺസംഷൻ എങ്ങനെയായിരിക്കും? ഇറ്റ് ഡബിൾസ്, അത് ഇരട്ടിയാവുന്നു. ഇറ്റ് ഹാഫ്സ്, അത് പകുതിയാകുന്നു. ഇറ്റ് റിമെയിൻസ് ദി സെയിം, അത് ഒരു മാറ്റവുമില്ലാതെ നിലനിൽക്കുന്നു. നൺ ഓഫ് ദം, ഇവയിൽ ഇതൊന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഇഫ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ Cobb-Douglas utility function xy is equal to x raised to 0.5 into y raised to 0.3, if the price of good x doubles and the price of good y remains constant, what happens to the consumer's optimal consumption of good x? It doubles, wrong. It halves, അത് പകുതിയാകുന്നു. അതാണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് വൺ. If Cobb-Douglas utility function is u xy is equal to x raised to 0.3 into y raised to 0.7, what is the consumer's expenditure on good x? എത്രയായിരിക്കും? 0.3 ആയിരിക്കും. 0.3 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി പാരാമീറ്റർ എ റെപ്രസെൻറ്റ് ഇൻ ദി Cobb-Douglas utility function? Cobb-Douglas utility function നമുക്കറിയാം, u of xy is equal to x raised to a into y raised to b. അതിൽ എയും ബിയും ഉണ്ടല്ലോ, അത് കോൺസ്റ്റന്റ് പാരാമീറ്റർ ആണ്. അപ്പോൾ അവിടെ വാട്ട് ഈസ് ദി പാരാമീറ്റർ എ റെപ്രസെൻറ്റ് ഇൻ ദി Cobb-Douglas utility function? എ, ദി മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ്. ബി, ദി ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. സി, ദി റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ഓഫ് ഗുഡ് എക്സ് ഇൻ ദി യൂട്ടിലിറ്റി ഫംഗ്ഷൻ. ഡി, ദി റേറ്റ് ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഇതാണ് 4 ചോയ്സ്. അപ്പോൾ എ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? എ റെപ്രസെൻറ്റ് ഇൻ ദി Cobb-Douglas utility function നമ്പർ 1 ദി മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് അല്ല. ബി, ദി ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല. ദി റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ഓഫ് ഗുഡ് എക്സ്, അതാണ് ആൻസർ. ദി റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ഓഫ് ഗുഡ് എക്സ് ഇൻ ദി യൂട്ടിലിറ്റി ഫംഗ്ഷൻ.
Okay, next question. What is the key property of the Cobb-Douglas utility function? Key property ഏതാണ്? ക്വാസി കോൺകേവിറ്റി ആണോ, ഹോമോതെറ്റിസിറ്റി ആണോ, അഡിക്റ്റിവിറ്റി ആണോ, ആൾ ഓഫ് ദി എബോവ്? ഏതാ ആൻസർ? വാട്ട് ഈസ് ദി കീ പ്രോപ്പർട്ടി ഓഫ് ദി കോബ്-ഡഗ്ലസ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ? ഇതെല്ലാം അതിൻ്റെ കീ പ്രോപ്പർട്ടിയാണ്. ഏതൊക്കെ? ക്വാസി കോൺകേവിറ്റി, ഹോമോതെറ്റിസിറ്റി, ദെൻ അഡിക്റ്റിവിറ്റി, ആൾ ഓഫ് ദി എബോവ്. അപ്പോൾ 3 പ്രോപ്പർട്ടി ഈ ഒരു ചോദ്യത്തിൽ നിന്ന് പഠിച്ചു. അതാണ് അതിൻ്റെ അർത്ഥം. ദെൻ how does the Cobb-Douglas utility function behave when a plus b is equal to 1? a plus b 1 ആകുമ്പോൾ Cobb-Douglas utility function എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്? ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ, നോൺ ഹോമോതെറ്റിക്. ഇതിലേതാണ് ആൻസർ? ഇതിൽ ഏതാണ് ആൻസർ? കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ് ആൻസർ. കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ. ഓക്കെ, അപ്പോൾ കോബ്-ഡഗ്ലസ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ എടുത്തില്ല എന്ന് പറഞ്ഞിരുന്നു ഒരു കുട്ടി. അതെടുക്കാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പോയത്. ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ തന്നെ നമ്മൾ ഏതാണ്ട് അതുമായി മാത്രം ബന്ധപ്പെട്ട് 12 ക്വസ്റ്റ്യൻ മൾട്ടിപ്പിൾ ചോയ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഐ ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റുഡ് ടുഡേയ്സ് ക്ലാസ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. എല്ലാവരും നന്നായിട്ട് പല ആവർത്തി ഇത് വായിക്കുക. മൾട്ടിപ്പിൾ ചോയ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒന്ന് വായിച്ച് തറവാക്കി കഴിഞ്ഞാൽ, കാരണം കോബ്-ഡഗ്ലസ് യൂട്ടിലിറ്റി ഫംഗ്ഷനെ കുറിച്ച് ഞാൻ ക്ലാസ് എടുത്തതിന് ശേഷമാണ് ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.